നമസ്കാരം. വിചാർ ക്രാന്തി ദർശനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ കുടുംബം, അതായത് നമ്മുടെ വീട്, സ്നേഹവും നല്ല ശീലങ്ങളുമൊക്കെ വളർത്താനുള്ള ഒരു സൂപ്പർ സ്ഥലമാക്കി മാറ്റാൻ പറ്റുമോ? പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ കാര്യത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ വീട് ശരിക്കും നല്ല ഗുണങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ളൊരു ലാബാണോ? ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആദ്യത്തെ സ്കൂൾ, ആദ്യത്തെ ക്ലാസ് റൂം ഏതാണെന്ന് ചോദിച്ചാൽ സംശയമില്ല, അത് നമ്മുടെ വീട് തന്നെയാണ്, അല്ലേ? അതുകൊണ്ടാണ് വീടിനെ ജീവിതത്തിന്റെ പരീക്ഷണശാല എന്ന് പറയുന്നത്. കാരണം നമ്മുടെയെല്ലാം ആദ്യത്തെ പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നത് അവിടെ നിന്നാണ്. ഇതിനെക്കുറിച്ച് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യ വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സഹകരണം, സഹിഷ്ണുത, അച്ചടക്കം, ഈ 3 വലിയ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് കുടുംബമെന്ന ആ ഒരു പരീക്ഷണശാലയിൽ നിന്നാണ്. ശരിക്കും ആലോചിച്ചു നോക്കൂ, എത്ര ആഴത്തിലുള്ള വാക്കുകളാണല്ലേ അത്. അപ്പോ ശരി, ഈ പരീക്ഷണശാല ഏറ്റവും നന്നായി വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള ഉത്തരമാണ് ഇത്. കുടുംബം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു ടീമായിരിക്കണം. അതായത് ഒരു സഹകരണ യൂണിറ്റായി പ്രവർത്തിക്കണം. അപ്പോ എന്താണ് ഈ സഹകരണ യൂണിറ്റ് എന്ന് പറഞ്ഞാല്? സംഗതി വളരെ സിമ്പിളാണ്. ഒരു നല്ല ഫുട്ബോൾ ടീം പോലെ ആലോചിച്ചു നോക്കൂ. ഓരോരുത്തർക്കും അവരവരുടെ പൊസിഷനും റോളുമുണ്ട്. എല്ലാവരും ഒരുമിച്ച് കളിക്കുന്നത് ടീമിന്റെ വിജയത്തിനു വേണ്ടിയാണ്. അതുപോലെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും അവരവരുടെ റോളുണ്ട്. എല്ലാവരും ഒരുമിച്ച് കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള നല്ലതിനു വേണ്ടി ഉത്തരവാദിത്തങ്ങൾ പങ്കുവയ്ക്കുന്നു. ഒരു നല്ല ടീമിന് ചില നിയമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലേ? അതുപോലെ തന്നെയാണ് ഒരു കുടുംബവും. നോക്കൂ, ഒന്നാമതായി ഓരോരുത്തർക്കും കൃത്യമായ റോൾ ഉണ്ടാവണം. പിന്നെ ഉത്തരവാദിത്തങ്ങൾ ഒരാളുടെ തലയിൽ വെക്കാതെ എല്ലാവരും ഒരുമിച്ച് ഷെയർ ചെയ്യണം. എല്ലാവരും ഒന്നായി നിന്ന് പൊതുവായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുടുംബത്തിന്റെ ഏതൊരു വിജയവും ഒരാളുടെ കഴിവുകൊണ്ടല്ല, മറിച്ച് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ടീം വർക്കിന്റെ കാര്യം നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് ഒരു വീടിനെ ശരിക്കും താങ്ങി നിർത്തുന്ന 2 പ്രധാനപ്പെട്ട തൂണുകളെ പറ്റി സംസാരിക്കാം. ആ 2 തൂണുകളാണ് സ്നേഹവും അച്ചടക്കവും. ഇത് രണ്ടും ഒരുപോലെ വേണം. ഒന്ന് കുറഞ്ഞാൽ വീടിന്റെ ബാലൻസ് പോകും. അപ്പോ ഈ 2 ശക്തികളും എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്? നമുക്ക് നോക്കാം. ഒരു വശത്ത് സ്നേഹം നമ്മളെ പരിപോഷിപ്പിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, നമ്മളെ തമ്മിൽ ചേർത്ത് നിർത്തുന്നു, ഒരു ചെടിക്ക് വെള്ളമൊഴിക്കുന്നതുപോലെ. എന്നാൽ മറുവശത്തോ അച്ചടക്കം. അതു നമ്മൾ വഴിതെറ്റിപ്പോകുമ്പോൾ തിരുത്തുന്നു, നേരായ വഴി കാണിച്ചു തരുന്നു, നമ്മളെ കൂടുതൽ ശക്തരാക്കുന്നു. രണ്ടും വേണമല്ലേ? ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്. സ്നേഹം മാത്രം മതിയോ? പോരാ. ഒരു കുടുംബം ശരിയായി മുന്നോട്ടു പോകണമെങ്കിൽ, ഒരു കണ്ണ് സ്നേഹത്തിലാണെങ്കിൽ തീർച്ചയായും മറുകണ്ണ് തിരുത്തലിലും വേണം. കാരണം അച്ചടക്കമില്ലാതെ ഒരു കുടുംബത്തിനും യഥാർത്ഥത്തിൽ പുരോഗതിയുണ്ടാവില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പോ ഈ സ്നേഹവും അച്ചടക്കവും ഒക്കെ നമുക്ക് എവിടെന്നാ കിട്ടിയത്? നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, അവരുടെ മാതാപിതാക്കളിൽ നിന്ന്, അല്ലേ? അവിടെയാണ് കൃതജ്ഞത അഥവാ നന്ദി എന്ന വലിയൊരാശയത്തിന് പ്രാധാന്യം വരുന്നത്. ഇതൊരു വെറും കടമയല്ല, മറിച്ച് തലമുറകളിലൂടെ കൈമാറി വരുന്ന ഒരു സേവനത്തിന്റെ സൈക്കിളാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മളെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയവരോട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആ സ്നേഹവും കടപ്പാടും തിരികെ കാണിക്കുക? ഈ കൃതജ്ഞതയുടെ സൈക്കിൾ എത്ര മനോഹരമാണെന്ന് നോക്കൂ. സ്റ്റെപ്പ് 1, നമ്മളിന്ന് നമ്മുടെ മാതാപിതാക്കളെ സേവിക്കുന്നു, അവരെ സ്നേഹത്തോടെ നോക്കുന്നു. സ്റ്റെപ്പ് 2, നമ്മുടെ ഈ പ്രവൃത്തികൾ നമ്മുടെ കുട്ടികൾ കണ്ടുപഠിക്കുന്നു, അവർക്കതൊരു മാതൃകയാവുന്നു. സ്റ്റെപ്പ് 3, നാളെ അവർ നമ്മളെയും അതുപോലെ തന്നെ നോക്കും. ചുരുക്കി പറഞ്ഞാൽ, നമ്മളിന്ന് എന്തു കൊടുക്കുന്നുവോ അത് തന്നെ നാളെ നമുക്ക് തിരികെ കിട്ടും. അതൊരു പ്രകൃതി നിയമം പോലെയാണ്. ഇപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതെല്ലാം വീടിന്റെ ഉള്ളിലെ കാര്യമല്ലേ എന്ന്. അല്ല, ഈ കാര്യങ്ങളൊന്നും നമ്മുടെ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല. ഇതിന് അതിലും വലിയൊരു പ്രാധാന്യമുണ്ട്. ശക്തമായ കുടുംബങ്ങൾ എങ്ങനെയാണ് ശക്തമായ ഒരു രാഷ്ട്രത്തെ തന്നെ കെട്ടിപ്പടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിന്റെ എല്ലാ കാതൽ ഇതാണ്. ഒരു കുടുംബത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന അച്ചടക്കമുണ്ടല്ലോ, അതാണ് ഒരു നല്ല സമൂഹത്തിന്റെയും ശക്തമായ ഒരു രാഷ്ട്രത്തിന്റെയും നിർമ്മാണത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി. നമ്മുടെ ഓരോ വീടും ആ വലിയ രാഷ്ട്രം പണിയാനുള്ള ഓരോ ഇഷ്ടികളിലാണെന്ന് പറയാം. അപ്പോ നമുക്കൊരുമിച്ചൊരു ലക്ഷ്യം മുന്നിൽ വയ്ക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും വീടിനെ നല്ല സംസ്കാരത്തിന്റെ, സ്നേഹത്തിന്റെ,
പോസിറ്റിവിറ്റിയുടെ ഒരു കേന്ദ്രമാക്കി മാറ്റാം. അപ്പൊ പോകുന്നതിന് മുൻപ് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം ഞാൻ തരാം. നിങ്ങളുടെ വീട്ടിനെ കുറച്ചുകൂടി നല്ല പോസിറ്റീവ് സംസ്കാരമുള്ള ഒരിടമാക്കി മാറ്റാൻ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ മാറ്റം അത് എന്തായിരിക്കും? ഒന്നാലോചിച്ചു നോക്കൂ. ഈ ചിന്തയോടുകൂടി നിർത്തുന്നു. അടുത്ത തവണ പുതിയൊരു വിഷയമായി കാണാം. നന്ദി.